+1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഫീസ് പിരിവ് നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത്തവണത്തെ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 2-ന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്ന പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന അവലോകന യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില സ്കൂളുകൾ ഫണ്ട് വാങ്ങുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാരണവശാൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ബന്ധപ്പെട്ട ആൾക്കാർ പരാതി തന്നു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ അംഗീകാരം പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. കുട്ടികളെ ഉപയോഗിച്ചുള്ള ലഹരി വിൽപ്പന തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനുവേണ്ടി സ്കൂളുകളിൽ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. പരിസരത്തെ കടകൾ കൃത്യമായ പരിശോധന നടത്തുന്നതിനും നിരോധിത വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ സേവനം തേടേണ്ടതാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ലഹരി മുക്ത ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നതിന് സമിതികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തേണ്ടതും കാലിക പ്രസക്തിയുള്ള പരിപാടികൾ ആലോചിച്ച് നടപ്പിലാക്കേണ്ടതുമാണ്. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് നടത്തുന്നത് അനുവദിക്കില്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും സ്കൂൾ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുകയുള്ളെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ 2-ന് ആലപ്പുഴ കലവൂർ സ്കൂളിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി പുതിയ സംഘാടക സമിതിയും രൂപീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവേശനോത്സവം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുക. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.